നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. സങ്കീർത്തനം 42 വാക്യം 1. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങയോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട 42 സങ്കീർത്തനം 1 വാക്യത്തിൽ കോരഹ് പുത്രന്മാരുടെ ഒരു ധ്യാനം ആരംഭിക്കുകയാണ്. ഈ ധ്യാനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിനോട് മനുഷ്യ ആത്മാവ് ചേരുവാൻ കാംക്ഷിക്കുന്ന അനുഭവമാണ് നാം കാണുന്നത്. പുരാതന കാലത്ത് ഈ ലോകത്തിൽ ജീവിച്ചിരുന്ന മുനിവര്യന്മാരും ഋഷിവര്യന്മാരും തപസ്യവര്യന്മാരൊക്കെ ഇതേ അനുഭവത്തിൽ കൂടെ കടന്നുപോയവരായിരുന്നു. പല സാഹചര്യങ്ങളിൽ അവർ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ, ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ, ദൈവത്തിൽ ആയിത്തീരുവാൻ അവർ ആഗ്രഹിച്ചു. അതിന് ജനങ്ങളുടെ ഇടയിൽ പല തടസ്സങ്ങൾ നേരിട്ടപ്പോഴാണ് അവർ നിർജ്ജനമായ ഇടങ്ങളിൽ തപസ്സനുഷ്ഠിക്കുവാൻ പോകുവാനിടയായത്. അവരുടെ ഉള്ളിലെ ഒരേ ഒരു ആഗ്രഹം ദൈവത്തോട്, അഥവാ ദൈവത്തിൻ്റെ ആത്മാവോട് ഇവരുടെ മനുഷ്യാത്മാവിന് ഇഴുകിച്ചേരുന്ന അനുഭവം ആയിരുന്നു. ഇതാഗ്രഹിച്ചാണ് അവർ കടന്നുപോയത്. നാം ഏത് സാഹചര്യത്തിലായിരുന്നാലും നമ്മുടെ ആത്മാവിന് ദൈവത്തിൻ്റെ ആത്മാവിനോട് പറ്റിച്ചേരുവാനായിട്ട് കഴിയും. ഇത് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്ന സത്യമാണ്. ഇവിടെ കോരഹ് പുത്രന്മാർ ധ്യാനിക്കുമ്പോൾ വെളിപ്പെടുത്തുന്ന സത്യം അതാണ്. ഈ കോരഹ് പുത്രന്മാരുടെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിച്ച ഒരു സന്ദർഭത്തിലാണ് ഇപ്രകാരം പ്രാർത്ഥിക്കുവാനിടയായത്. ദൈവത്തിനായിട്ടുള്ള ഒരു വിശപ്പ്, ഇതിനെ ആത്മീയ വിശപ്പെന്ന് പറയാം. ദൈവത്തിനായിട്ടുള്ള ഒരു ദാഹം, അതിനെ ആത്മീയ ദാഹമെന്ന് പറയാം. ഈ അനുഭവങ്ങളിലൂടെ കടന്നുപോയവർ അനേകരാണ്. ദൈവത്തിനായി വിശപ്പും ദാഹവും അനുഭവിക്കുന്നവരെ മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ കാണുന്നത് നീതിക്ക് വേണ്ടി വിശക്കുന്നവർ എന്നാണ്. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൽ നീതി എന്നാൽ യേശുവാണ് എന്ന് കാണുവാനായിട്ട് സാധിക്കും. ജ്ഞാനമായ യേശു നീതീകരണമായി തീർന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ദൈവത്തിനായി ദാഹിക്കുന്ന അനുഭവം, ഇത് പൗലോസിനും ഉണ്ടായ അനുഭവമാണ്. ഒരു കാലത്ത് എല്ലാ ക്രിസ്തു മാർഗക്കാരെയും നശിപ്പിക്കുവാൻ കച്ചകെട്ടി ഇറങ്ങിയ ശൗൽ, ദൈവാനുഭവം ഉണ്ടായപ്പോൾ നേടിയതെല്ലാം ചപ്പും ചവറുമായി വലിച്ചെറിഞ്ഞ് ദൈവത്തിനായി ഇറങ്ങിത്തിരിച്ച അപ്പോസ്തലൻ. ദൈവത്തിനായി വിശക്കുക, ദൈവത്തിനായി ദാഹിക്കുക, ദൈവത്തിനായി പ്രവർത്തിക്കുക, ഇതെല്ലാം ശ്രേഷ്ഠമായ ആത്മീയ അനുഭവങ്ങളാണ്. കോരഹ് പുത്രന്മാർ ഇവിടെ ആഗ്രഹിക്കുന്നത് പോലെ നമുക്കും ദൈവത്തിനായി, ദൈവത്തിൻ്റെ ആത്മാവിനായി കാംക്ഷിക്കുവാൻ സാധിക്കും. നാം നമ്മെ തന്നെ ദൈവകരങ്ങൾ സമർപ്പിക്കുന്നതിലൂടെ. അങ്ങനെ നാം ദൈവത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ നമുക്ക് നമ്മോട് തന്നെ പറയുവാൻ കഴിയുന്ന ഒരു വചനമാണ് ഈ 42-ാം സങ്കീർത്തനം അവസാന വാക്യമായി കാണുന്നത്.
എൻ്റെ ആത്മാവെ, നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവിടുന്ന് എൻ്റെ മുഖപ്രകാശക രക്ഷയും എൻ്റെ ദൈവവുമാവുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും ദൈവത്തെ സ്തുതിക്കുമെന്ന്. ഇത് എപ്പോഴാണ് പറയുവാൻ സാധിച്ചത്? ആത്മീയമായിട്ടുള്ള വിശപ്പും ദാഹവും വന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ സ്വയം ബലപ്പെടുവാൻ ഇടയായി എന്നുള്ളതാണ്. നാം സ്വയം ബലപ്പെട്ടുവെങ്കിൽ മാത്രമേ മറ്റുള്ളവരെ ബലപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതെ, പ്രാർത്ഥനയിലൂടെ സ്വയം ബലപ്പെടാം, മറ്റുള്ളവരെ ബലപ്പെടുത്താം. ആമേൻ, ആമേൻ.